ഹായ് ഫ്രണ്ട്സ്, ഒരു വിഷനറി ഇൻവെസ്റ്റർ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, നമ്മുടെ മൈൻഡ് സെറ്റ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വിവിധ ജോലികൾ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള എംപ്ലോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേ രീതിയിലായിരിക്കില്ല വളരെ വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വളരെ വലിയ ബിസിനസ്സുകാർ ചിന്തിക്കുന്നത്. ആ ചിന്താ രീതിയിലുള്ള വ്യത്യാസമാണ് ശരിക്കും ആളുകളെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. 80% സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് ന്യൂസിനെ കുറിച്ചാണ്. റൂമേഴ്സ് വരുന്നുണ്ടാവും. വാട്സാപ്പ് വഴി, ടെലിഗ്രാം വഴി, നൂറുകണക്കിന് ഗ്രൂപ്പുകൾ വഴി, അത് കൂടാതെ വിവിധ വെബ്സൈറ്റുകൾ വഴി, ടെലിവിഷൻ വഴി ഒക്കെ നമ്മളെ പൊല്യൂട്ടഡ് ആക്കുന്ന രീതിയിലുള്ള ന്യൂസ്, റൂമേഴ്സ് ആണ് ഇന്ന് സമൂഹത്തിലുള്ളത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ മീഡിയയിൽ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുള്ള ന്യൂസുകൾ കാണാറില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ന്യൂസിനെ പറ്റി വറി ചെയ്യുന്നതിൽ നിന്ന് മുക്തനാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇൻവെസ്റ്റിംഗിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണ നിക്ഷേപകർ അവരുടെ സ്റ്റോക്കുകളെ പറ്റിയിട്ട് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. 2008 വീഗാർഡ് എന്ന സ്റ്റോക്ക് ഏത് വിലയിലായിരുന്നു നിന്നിരുന്നത്, അതിനുശേഷം അത് എത്ര മടങ്ങ് ഉയർന്നു പോയി എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്കിത് വ്യക്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചില ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് ആ ഒരു ഓർഡിനറി മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് സ്റ്റോക്ക് സെലക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ 20% പോലും പ്രാധാന്യം ആൾക്കാർ ഇതിനൊന്നും കൊടുക്കാറില്ല. കൂടുതൽ പ്രയോറിറ്റി പോകുന്നത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു വിഷനറി ഇൻവെസ്റ്റർക്ക് എവിടേക്കാണ് ഫോക്കസ് വരുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അവരെല്ലായ്പ്പോഴും ഡീപ്പ് ഡിസ്കൗണ്ട് ഉള്ള ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ അത് ഉപയോഗിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ലോങ് ടൈമിലുള്ള വെൽത്ത് ക്രിയേഷൻ ആണ് വിഷനറീസ് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ചൈനയിൽ നിന്നുള്ള വിവിധ കമ്പനികൾ ലോകം മൊത്തമുള്ള വിവിധ ഓഹരികളിലേക്ക് വളരെ വലിയ നിക്ഷേപങ്ങളാണ് നടത്തിയത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഉറ്റുനോക്കുന്നവര് ഇങ്ങനെയുള്ള ക്രൈസിസുകൾ, അഡ്വേഴ്സിറ്റീസ് അനുകൂലമാക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ധൈര്യപൂർവ്വം മുമ്പോട്ടാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്ന് ധൈര്യവും മറ്റൊന്ന് പേഷ്യൻസുമാണ്. എന്നാലും മാർക്കറ്റ് ഇടിയുന്ന കാണുമ്പോൾ സാധാരണ ആളുകളുടെ ധൈര്യം അവിടെ വൈപ്പൗട്ടായി പോകുന്നതാണ് കണ്ടുവരുന്നത്. പേഷ്യൻസ് എന്ന് പറയുന്നത് 3 മാസത്തിൽ പ്രോഫിറ്റ് കിട്ടുക, അല്ലെ 1 കൊല്ലത്തിൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ആളുകൾക്ക് പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ HDFC ലിമിറ്റഡിന്റെ ഓഹരികൾ 1% ഒരു ചൈനീസ് ബാങ്ക് വാങ്ങിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒട്ടനവധി പർച്ചേസുകൾ നടക്കുന്നുണ്ട്, ലോകം മുഴുവനും നടക്കുന്നുണ്ട്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിന്ന് വളരെ പെട്ടെന്ന് വലിയ റിക്കവറിയാണ് നടത്തിയത്. അതേ രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ജോബ്. മറ്റൊന്ന്, പീരിയോഡിക്കൽ മാറ്റേഴ്സിൽ അവര് കൂടുതൽ വറീഡ് ആകാറില്ല. 20% ഫോക്കസ് മാത്രമേ ഒരുപക്ഷെ അവര് അത്തരം കാര്യങ്ങളിൽ കൊടുക്കുകയുള്ളൂ. കൂടുതൽ ഫോക്കസും അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയായിരിക്കും. കുറേയധികം ആളുകൾ കൂടി നിൽക്കുന്നത്, നമ്മൾ ആ കൂട്ടത്തിൽ ഒരാളാണോ അതോ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്? അതാണ് നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത്. കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ ഉറുമ്പുകൾ നിരനിരയായിട്ട് പോകുമ്പോൾ വേറൊരു ഭാഗത്തേക്ക് പോകാൻ ഒരു ഉറുമ്പിനും ധൈര്യം ഉണ്ടാകുകയില്ല. എല്ലാവരും ഭയന്ന് പോകുന്ന സമയത്ത് അതേ രീതിയിൽ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. എല്ലായ്പ്പോഴും കോൺട്രറിനായിട്ട് നീങ്ങിയിട്ടുള്ളവരാണ് ലോകത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരൊക്കെയാണ് വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. സ്റ്റീവ് ജോബ്സിന്റെ ഒക്കെ കഥ നോക്കിയാൽ നമുക്കറിയാം. മൈക്രോസോഫ്റ്റ് എങ്ങനെയാണ് ഉയർന്നു വന്ന് എന്ന് നിങ്ങൾക്കറിയാം. അവരൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. അതേപോലെ എല്ലാ മനുഷ്യരും പുറകോട്ട് പിൻവാങ്ങി നിന്ന സമയത്താണ് ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി നാരായണമൂർത്തി കെട്ടിപ്പടുത്തതെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഗോൾഡ് അദ്ദേഹം ആ സമയത്ത് പ്രെഡ്ജ് ചെയ്തിട്ടാണ് അതിനു വേണ്ടിയിട്ട് പണം കണ്ടെത്തിയത് എന്നുവരെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലായ്പ്പോഴും മാറ്റം സംഭവിക്കുന്നത് ക്രൗഡിന് ഓപ്പോസിറ്റ് പോകുന്ന എന്റർപ്രണേഴ്സിനെ ഉള്ളൂ. നല്ല എന്റർപ്രണേഴ്സിൽ വിശ്വസിക്കുക, അതിൽ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിന്റെ ജോലി. പൂർണ്ണമായിട്ടും പാസീവായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇൻവെസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ അഡ്വേഴ്സ് സിനാരിയോ വരുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഫെയിൽ ആയി കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ബോട്ടം എല്ലാവരും അന്വേഷിക്കുമ്പോൾ വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ബോട്ടം കിട്ടണമെന്നില്ല. അതിനായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. അത് മാത്രമല്ല, ചില സ്റ്റോക്കുകൾ ഹ്യൂജായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് IT സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം. വളരെ കാലത്തിന് ശേഷമാണ് ഇത്രയും വലിയ കറക്ഷൻ IT സ്റ്റോക്കുകളിൽ, വലിയ കമ്പനികളിൽ സംഭവിക്കുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3 സ്കിൽസ് ആണ് എല്ലായ്പ്പോഴും വിഷണറീസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഉള്ളത്. ഒന്ന് അവരുടെ ഹൈ ഇക്യു ആണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് വിജയത്തിന് ആധാരമാകുന്നത് ഐക്യു അല്ല ഇക്യു ആണ് എന്നുള്ളതാണ്. ഇന്റലിജന്റ് ക്വോഷ്യന്റ് ആണ് ഐക്യു എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് വളരെ വലിയ ബുദ്ധിശക്തിയുണ്ട്, എല്ലാ കാര്യങ്ങളും നേരത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കണക്കുകൾ വളരെ പെട്ടെന്ന് കൂട്ടാനായിട്ട് സാധിക്കും, എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാനുള്ള കഴിവിനെയാണ് ഐക്യു എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ വളരെ ഐക്യു ഉള്ള ആളുകൾ പലപ്പോഴും കൂടുതൽ വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജോലികൾ നഷ്ടപ്പെടുത്തി പോവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും മാനേജ്മെന്റിൽ വിജയിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കുന്നത് പീപ്പിൾസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നറിയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് ലോകത്തുള്ള എല്ലാ ബിസിനസ്സും നിലനിൽക്കുന്നത്. ട്രസ്റ്റിലാണ് വേൾഡിലുള്ള സകല ബിസിനസ്സും നിലനിൽക്കുന്നത്. അപ്പോൾ ഐക്യു കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതെല്ലായ്പ്പോഴും സാധിക്കുന്നത് ഹൈ ഇക്യു ഉള്ളവരാണ് ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുന്നത്. അതേ രീതിയിൽ മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റി, വോളറ്റിലിറ്റി അത് മാർക്കറ്റിന്റെ നേച്ചറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില സമയത്ത് കൂടുതൽ വരും, ചില സമയത്ത് ചെറിയ രീതിയിൽ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ മാനസിക നിലയെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ വലിയ നിക്ഷേപകരാൻ സാധിക്കത്തുള്ളൂ. ചാർലി മങ്കറൊക്കെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പല ഓഹരികളിലും 60% ക്രാഷ് കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 25% 30% ക്രാഷ് കാണുമ്പോൾ ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നത്? എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവിടെ നമ്മൾ നിരാശരാകുകയാണോ ചെയ്യുന്നത്? വലിയ നിക്ഷേപകർ അങ്ങനെ ചെയ്യാറില്ല. അവർ ആ ഒരു ക്രൈസിസിന് ശേഷം അത് റിക്കവർ ചെയ്യും എന്നൊരു വിശ്വാസം സൂക്ഷിക്കുകയും പല ഓഹരികളും ആ ഒരു അൺസർട്ടനിറ്റിക്ക് ശേഷം തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ള 3ാമത്തെ രാജ്യം ഇന്ത്യയാണ്. അതായത് അമേരിക്ക, ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്റ്റാർട്ടപ്പുകൾ ഉള്ളത് യൂറോപ്പിലല്ല, അവിടെയുള്ള ഒരു രാജ്യത്തുമല്ല. ഡെവലപ്പായ ഒത്തിരി രാജ്യങ്ങൾ ഏഷ്യയിലുണ്ട്, ജപ്പാനുണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നുമല്ല. ആ ഒരു ബിസിനസ് കൾച്ചർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ആ ഒരു തരംഗം ഇന്ത്യക്ക് പണ്ട് മുതലേ ഉള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ സ്പോയിൽ ചെയ്ത ഒരു ലെവലിൽ നിന്ന് IT-യിലെ അധികാരന്മാരാകാനും സ്പേസിലെ അധികാരന്മാരാകാനും ഒക്കെ നമുക്ക് സാധിച്ചത്. ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന അത്രയും ചീപ്പ് റേറ്റിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന ഒരു രാജ്യം ലോകത്ത് എങ്ങുമില്ല. അപ്പോൾ ആ രാജ്യത്തിന്റെ സ്വതസിദ്ധമായിട്ട് ഉയർന്നു വരാനുള്ള കഴിവ്, ക്രൈസിസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് പുറത്തുള്ള നിക്ഷേപകരൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക, ഏതൊക്കെ ടെക്നോളജീസ് ആണ് ഇനി മാറാൻ പോകുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ, അതോ മെഷീൻ ലേണിംഗ് ആണോ, അതോ മറ്റു പുതിയ ടെക്നോളജീസ് ആണോ? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ആളുകൾ അവരാണ് വിഷണറി ഇൻവെസ്റ്റേഴ്സ്. അവര് ഇന്ന് നാളെ നടക്കുന്ന കാര്യങ്ങളിലായിരിക്കില്ല ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് പോർട്ട്ഫോളിയോ അപ്രോച്ചാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 1-2 സ്റ്റോക്കുകൾ വളരെ വലിയ നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ ആ പോർട്ട്ഫോളിയോയിൽ വളരെ വിന്നറാകാൻ സാധ്യതയുള്ള 1-2 ഓഹരികൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മതി. കാരണം ഏറ്റവും വലിയ വെൽത്ത് ക്രിയേറ്റർ ആയിട്ടുള്ള വിപ്രോ 10,000 റുപ്പീസ് നിക്ഷേപിച്ച ആൾക്കാർക്കാണ് 4 ദശകം കൊണ്ട്. പക്ഷെ 4 ദശകം എത്ര ആൾക്കാർ നിക്ഷേപിക്കും, ഹോൾഡ് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ വലിയ ചോദ്യമാണ്. പക്ഷെ ആ പേഷ്യൻസ് ഉള്ള ആൾക്കാർക്ക് 400 കോടി എന്നുള്ള ഒരിക്കലും നമുക്ക് വേറൊരു ബിസിനസ്സിൽ ഒരു സാധാരണ മനുഷ്യന് ചെയ്ത് വിജയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സക്സസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ഓഹരിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ IT കമ്പനികൾക്കെല്ലാം സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ ഫാർമ സെക്ടറിൽ ഇടിവാണെങ്കിലും പല ഫാർമ കമ്പനികളും ഒരു 3 വർഷം പുറകോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പീക്കിലായിരുന്നു. അവിടെയും ഏകദേശം 15 വർഷക്കാലം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെൽത്ത് ക്രിയേറ്റേഴ്സ് ഫാർമ കമ്പനീസ് ആയിരുന്നു. അതേപോലെ ബാങ്കിങ് സെക്ടറിൽ പല ബാങ്കുകളും, HDFC ബാങ്ക് ചെറിയ രീതിയിലാണ് തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാം. അത് ഇന്ന് ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു? പബ്ലിക് സെക്ടറായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദശകങ്ങൾ കൊണ്ട് നേടിയതിന് ഒപ്പം എത്താനായിട്ട് അവർക്ക് കുറേയധികം വർഷങ്ങൾ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ വളരെ വലിയ വിന്നറാകാൻ സാധ്യതയുള്ള കമ്പനികൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാർക്കറ്റിന്റെ അൺസർട്ടനിറ്റീസിൽ അവ വിറ്റ് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അത്തരം ഓഹരികൾ വാങ്ങാനുള്ള അസുലഭ അവസരമായിട്ട് ഇത്തരം ഇടിവുകൾ ഉപയോഗിക്കുക. വീണ്ടും ഇടിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവ സിസ്റ്റമാറ്റിക്കായിട്ട് പർച്ചേസ് ചെയ്യുക, അക്കുമുലേറ്റ് ചെയ്യുക.
1000 രൂപയ്ക്കുള്ള ഓഹരി 500 രൂപയാവുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 50 ക്വാണ്ടിറ്റി വാങ്ങിക്കാം. അതേ രീതിയിൽ അക്കുമുലേറ്റ് ചെയ്താൽ പോലും ഒരു മീഡിയം ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും പഴയ പ്രൈസ് വരുമ്പോൾ അവർക്ക് ആവറേജ് ചെയ്ത ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. 500 രൂപയ്ക്ക് വാങ്ങുന്ന ഓഹരി 1000-ന് വിൽക്കുമ്പോൾ ആവറേജ് ചെയ്ത ക്വാണ്ടിറ്റിക്ക് ലഭിക്കുന്ന ശതമാനം 100% ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ വലിയ നിക്ഷേപകർ ചെയ്യുന്നത്. അക്കുമുലേഷൻ ചെയ്യുക എന്നുള്ളത് മാർക്കറ്റിന്റെ സക്സസിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ഹൈ EQ, ഫ്യൂച്ചറിസ്റ്റിക് തിങ്കിങ്, പോർട്ട്ഫോളിയോ നല്ല രീതിയിലാണോ, ഡൈവേഴ്സിഫൈഡ് ആണോ, അസറ്റ് അലോക്കേഷൻ കറക്റ്റ് ആണോ, ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലേക്കാണ് വിഷണറി ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നത്. ന്യൂസ്, റൂമേഴ്സ്, ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ്, അൺസർട്ടനിറ്റീസ് ഇവയൊക്കെ മാറി മറിയും എന്ന് അവർ വിശ്വസിക്കുന്നു. അതേപോലെ അൺസർട്ടൺ ടൈംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്തരം കമ്പനികളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഒരു ബോധ്യമുണ്ടായിരിക്കണം. അൺസർട്ടൺ ടൈംസിൽ ഹൈ റിസ്ക് ഉള്ള വളരെ വലിയ റിട്ടേൺ പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കൊച്ചു കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് കടമില്ലാത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം കടബാധ്യത മൂലമുള്ള പ്രശ്നം പെരുകുവാനും ഇൻട്രസ്റ്റ് പേയ്മെന്റ് അടച്ചു തീർക്കാൻ പറ്റാതെ പൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതി വരാനും അത് ഇടയാകുകയില്ല. അതുകൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ നിക്ഷേപിക്കാനായിട്ട് നോക്കുമ്പോൾ സ്ക്രീനർ പോലെയുള്ള സൈറ്റുകൾ, റേറ്റ് സ്റ്റാർ പോലെയുള്ള വെബ്സൈറ്റുകൾ, moneycontrol.com, മോർണിംഗ് സ്റ്റാർ വെബ്സൈറ്റ്, റെഡിഫിന്റെ ഫിനാൻഷ്യൽ സൈറ്റ്, ഇവയിലെല്ലാം തന്നെ നമുക്കിത് പരിശോധിക്കാനായിട്ട് സാധിക്കും. സീറോ ഡെറ്റ് അല്ലെങ്കിൽ പോലും ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1 താഴെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികൾ കണ്ടെത്തി നിക്ഷേപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, കൺസിസ്റ്റന്റ് പെർഫോമൻസിനാണ് എല്ലായ്പ്പോഴും ക്രൈസിസിൽ പ്രാധാന്യം വരുന്നത്. ട്രാക്ക് റെക്കോർഡിനായിരിക്കും പ്രാധാന്യം വരുന്നത്. ട്രാക്ക് റെക്കോർഡ് മീൻസ് ഒരു കമ്പനി അതിൻ്റെ റവന്യൂ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് സ്ഥിരതയോടുകൂടി വളർത്തിയിട്ടുണ്ടോ, നെറ്റ് ഇൻകം സ്ഥിരതയോടുകൂടി വളർത്തിയിട്ടുണ്ടോ, ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് അതിന് സ്ഥിരമായിട്ട് എല്ലാ വർഷവും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ. അത്തരം കമ്പനികളെയാണ് നമ്മൾ കൺസിസ്റ്റന്റ് പെർഫോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അൺസർട്ടനിറ്റിയുടെ പീരീഡ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതേ പാറ്റേൺ അത്തരം കമ്പനികൾക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉള്ള കമ്പനികളിൽ നിക്ഷേപിക്കുക. അതാണ് രണ്ടാമത്തെ പ്രധാന പോയിന്റ്. മൂന്നാമത്തേത്, നല്ല മാനേജ്മെന്റുകൾ ഉള്ള കമ്പനിയാണോ എന്ന് നാം നോക്കേണ്ടതുണ്ട്. ക്രെഡിബിലിറ്റി ഉള്ള മാനേജ്മെന്റ് ആണോ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള മാനേജ്മെന്റ് ആണോ, അത് വളരെ പ്രധാനമാണ്. എല്ലായ്പ്പോഴും ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ് വില്ലാണ്. കമ്പനിയുടെ ഓണേഴ്സിന് ഗുഡ് വില്ലുണ്ടോ, അതോ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കുന്ന രീതിയാണോ? ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കുന്ന കമ്പനികളാണ് ഡിവിഡൻഡുകളിൽ ലുബ്ധിക്കുന്നത്. അങ്ങനെ ചെയ്യാത്ത കമ്പനികൾ ഏതാണ്? നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന, എന്നാൽ വളരെ വലിയ രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളിൽ ഒരിക്കലും ഷെയർ പ്രൈസ് ഉയരുകയില്ല. കാരണം ഡിവിഡൻഡായിട്ട് ഫണ്ട് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ പണം ഉണ്ടാവുകയില്ല. ഇവ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് പ്രൈസ് കൂടുന്ന രീതിയിൽ ബിസിനസ്സുകളിൽ റീഇൻവെസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഡിവിഡൻഡുകൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി. അൺസർട്ടൺ ടൈംസിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കണമെന്നില്ല. എങ്കിലും അങ്ങനെയൊക്കെയുള്ള ട്രാക്ക് റെക്കോർഡ്, മാനേജ്മെന്റ് കേപ്പബിലിറ്റി, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ടാറ്റ ഗ്രൂപ്പിൽ പല പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ വിജയം IT രംഗത്ത് മാറ്റം വന്നപ്പോൾ അതിലേക്ക് മാറാനായിട്ട് ടാറ്റയ്ക്ക് സാധിച്ചു. TCS കെട്ടിപ്പടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മാറ്റം വന്നപ്പോൾ എന്നൊരു കമ്പനി, ആ ഒരു ഡിവിഷൻ അതിലേക്ക് പ്രവർത്തനം മാറ്റാനായിട്ട് അവർക്ക് സാധിച്ചു. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് എന്റർപ്രൈസിന് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ് എല്ലായ്പ്പോഴും നാം നിക്ഷേപകർ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു ഓൾ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.